പരീക്ഷയ്ക്കകത്ത് മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് മുകളിൽ കാണുന്നത്. 2 മാർക്കിനാണ് ഈ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. എന്തൊക്കെയാണ് അവർ ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്? ഒരു വസ്തുവുണ്ട്, ആ വസ്തുവിന്റെ ഉയരം എത്രയാണ്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ആ കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? -2 ആണ്. ആവർത്തനം എത്രയാണ്? -2 ആണ്. കണ്ടുപിടിക്കേണ്ടത് ഇമേജിന്റെ ഹൈറ്റ് ആണ്, പ്രതിബിംബത്തിന്റെ ഉയരമാണ് കണ്ടുപിടിക്കുക. വളരെ നിസ്സാരമല്ലേ? മാഗ്നിഫിക്കേഷനും ഹൈറ്റ് ഓഫ് ദ ഇമേജും ഒബ്ജക്റ്റും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ് മക്കളെ ഫോർമുല? m = hi/h0 ആണ്. ശരിയല്ലേ? നമുക്കിവിടെ കണ്ടുപിടിക്കണം എന്താണ്? hi ആണ്. സോ hi അഥവാ ഹൈറ്റ് ഓഫ് ദി ഇമേജ്, പ്രതിബിംബത്തിന്റെ ഉയരം = m × h0 എന്ന് എഴുതാം. സോ hi = m എത്രയാണ്? -2 ആണ്. h0 4 ആണ്. ഉത്തരം എത്ര കിട്ടും? -8 സെന്റിമീറ്റർ. അപ്പൊ അടുത്തൊരു സംശയം, എന്തുകൊണ്ടാണ് ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആയത് നിങ്ങൾക്ക് തോന്നാം. മക്കളെ, ഇവിടെ ഉണ്ടായ ഇമേജ് എങ്ങനെയുള്ളതായിരിക്കും? അതൊരു റിയലും ഇൻവേർട്ടഡുമായ ഇമേജ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. റിയലും ഇൻവേർട്ടഡും ആയതുകൊണ്ടാണ് ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.